C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എനിക്കിപ്പോഴും ഒന്നും പിടി കിട്ടുന്നില്ല. എന്തോ ഇവിടെ സംഭവിച്ചത്? ആരാ ഈ വീട്ടില് കത്തിയായിട്ട് വന്നത്? അവൻ എന്റെ മോനെ അപായപ്പെടുത്താൻ വേണ്ടി വന്നതാണോ? മയറ്റിൽ കണ്ണ പഴയതൊക്കെ ഇനി ആവർത്തിക്കുകയാണോ? എന്നാലും ഇവിടെ വെച്ച് തന്നെ ഇത് സംഭവിച്ചല്ലോ. അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും കള്ളന്മാര് മോഷ്ടിക്കാനായിട്ട് കയറിയതായിരിക്കും. ആ സമയത്ത് ശിവ അവന്റെ മുന്നിൽ പെട്ട് കാണും. അതായിരിക്കും സംഭവിച്ചത്. വല്ല തുരുമ്പെടുത്ത കത്തിയാണെങ്കിൽ കൈ പഴുക്കുവേ. പഴുത്തു കഴിഞ്ഞാൽ പിന്നെ കൈ മുറിക്കാനേ പറ്റത്തുള്ളൂ. ഓ ദൈവമേ, കരുനാ കൊണ്ടൊന്നും പറയാതെ മനുഷ്യ. നാട്ടുകാരോട് പറഞ്ഞു തന്നെയുള്ളൂ. മോളെ നല്ലോണം ഒന്ന് ചുറ്റുകൊടു. ജ്യോതി ഇങ്ങോട്ട് മാറും, ഞാൻ ചെയ്യാം. അല്ല, ഞാൻ ചെയ്തോളാം. വേണ്ട, ഇങ്ങോട്ട് മാറും, ഞാൻ ചെയ്യാം. അവൻ ചെയ്യും. ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പോറല് മാത്രമല്ലേ ഏറ്റിട്ടുള്ളൂ. അല്ല, നീ എന്തിനാ ആ സമയത്ത് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത്? കിടന്നിട്ട് ഉറക്കം വന്നില്ല ഏട്ടാ, അതുകൊണ്ട് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാ. അവനൊരു വെറും കള്ളനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആദ്യമേ തന്നെ അവൻ എന്നെ കത്തി കൊണ്ട് കുത്താനാ ശ്രമിച്ചത്. അപ്പൊ പിന്നെ അവൻ മോഷ്ടിക്കാൻ വന്നതായിരിക്കില്ലല്ലോ, കൊല്ലാൻ തന്നെ വന്നതായിരിക്കും. നിന്നെ കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? മോനെ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നാളെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം. ഇതങ്ങനെ വെറുതെ വിട്ട് കളയാൻ പറ്റത്തില്ല. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിൽ കയറി വന്ന ഇത് കാണിച്ചവനെ വെറുതെ വിടാൻ പറ്റുമോ? ശിവ ശരിക്കും അയാളുടെ മുഖം കണ്ടായിരുന്നോ? ഇല്ല. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേന്ന്. ഒരു കറുത്ത തുണി കൊണ്ട് മറച്ചിരിക്കുകയായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഏതോ ഒരു ശത്രു നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഈ രാത്രി ഇങ്ങനൊരു സംഭവം നടക്കില്ലല്ലോ. ഏട്ടന് വേദനിച്ചോ? ഏയ്, സാരമില്ല. പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുക്കണം ഏട്ടാ. ഇത് ചെയ്തവൻ ആരായാലും കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.